പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. ഗലീലക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലയക്കാരേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയേക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ഈ വചനം എന്തുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു അല്പം പുറകോട്ട് പോയി ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത്, സമാന്തര സുവിശേഷങ്ങളുടെ വിവരണമനുസരിച്ച് യേശുവിൻ്റെ ഈ ലോക ജീവിതം പുരോഗമിക്കുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ്. ഒന്നാമതായി ഗലീലിലെ പ്രവർത്തനം, രണ്ടാമതായി ഗലീലിൽ നിന്നും ജെറുസലേമിലേക്കുള്ള ഒരു നീണ്ട യാത്ര, മൂന്നാമതായി ജെറുസലേമിലെത്തിയതിനു ശേഷം അവിടെയുള്ള പ്രവർത്തനം. അപ്പോൾ ഇതിൽ ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് യേശുവിൻ്റെ ഗലീലിലെ പ്രവർത്തനത്തിന് ശേഷം 9-ാം അധ്യായം 51-ാം വാക്യം മുതൽ 19-ാം അധ്യായം 46-ാമത്തെ വാക്യം വരെ രണ്ടാമത്തെ ഘട്ടമായ ഗലീലിൽ നിന്നും ജെറുസലേമിലേക്കുള്ള നീണ്ട യാത്രയുടെ വിവരണമാണ്. ഈ വിവരണത്തിൽ ഈ 13-ാം അധ്യായം തുടങ്ങുന്നത് വരെ യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൃത്യമായ പ്രബോധനം നടത്തുകയാണ്, കൃത്യമായ പഠിപ്പിക്കലുകൾ നടത്തുകയാണ്. അവിടെ യേശുതമ്പുരാൻ അവരോട് പറയുന്നു, നിങ്ങൾ ഭയം കൂടാതെ സാക്ഷ്യം നൽകണം. ഈ ലോക ജീവിതത്തിൽ ഏതൊക്കെ ക്ലേശങ്ങളും ഏതൊക്കെ പ്രശ്നങ്ങളും ആരൊക്കെ എതിര് നിന്നാലും ഭയം കൂടാതെ തനിക്ക് സാക്ഷ്യം നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് പഠിപ്പിക്കുന്നു. അതിനുശേഷം അവരോട് പറയുന്നു, അതിന് സാധിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കണം. നിങ്ങളിൽ തന്നെ ആശ്രയിക്കരുത്, ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കണം. പിന്നീട് വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ ജാഗരൂകരായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തോട് തന്നെ ജാഗരൂകതയോടുകൂടി മുൻപോട്ട് പോകണം. വീണ്ടും അവിടുന്ന് പറയുന്നു, കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിച്ചറിയുവാൻ സാധിക്കണം. ഇങ്ങനെ യേശുതമ്പുരാൻ അവരെ പഠിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതിനിടയ്ക്കാണ് ചിലർ വന്ന് യേശുവിനോട് പറയുന്നത്, ജെറുസലേമിൽ ബലിയർപ്പിക്കുവാനായി കടന്നുപോയ ഗലീലയിൽ ചിലരെ പീലാത്തോസ് കൊന്നുകളഞ്ഞു. അപ്പോൾ നമുക്കറിയാം, പാപം കൂടുതൽ ചെയ്യുന്നവരാണ് രോഗങ്ങളും വേദനകളും കഷ്ടതകളും മരണവുമൊക്കെ സംഭവിക്കുന്നത് എന്ന് കരുതിയിരുന്ന ഒരു യഹൂദ പശ്ചാത്തലത്തിൽ യേശുതമ്പുരാൻ്റെ സന്നിധിയിൽ വന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണർത്തിക്കുവാനുള്ള കാരണം അവരുടെ പാപനിമിത്തമാണോ അങ്ങനെ സംഭവിച്ചത് എന്ന ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. കാരണം നമ്മൾ കാണുന്നുണ്ട്, അന്ധനായിരുന്ന മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഇവൻ ഇങ്ങനെയായി തീർന്നത് ആരുടെ പാപനിമിത്തമാണ്? ഇവൻ്റെയാണോ അതോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമാണോ ഇങ്ങനെ സംഭവിച്ചത് എന്ന്. അപ്പോൾ യേശുതമ്പുരാൻ പറയുന്നുണ്ട്, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വം ഇവനിൽ പ്രകടമാകുവാൻ വേണ്ടിയാണ് എന്ന്. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരനുഭവങ്ങളെല്ലാം പാപത്തിൻ്റെ തിക്തഫലമാണ് എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു സമൂഹത്തിൽ ഇപ്രകാരം ഇവർ വന്ന് പറയുമ്പോൾ അത് ചോദിക്കാതെ തന്നെ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം അവരുടെ പാപം അത്രമാത്രം കഠിനമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് യേശുതമ്പുരാൻ അവരോട് ചോദിക്കുന്നത്, ഇവർ ബാക്കിയുള്ള എല്ലാവരെയും പാപികളായിരുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്?
എന്നിട്ട് യേശു തമ്പുരാൻ പറയുന്നു, അല്ല എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് യാതൊരു സംശയത്തിൻ്റെയും ഇടമില്ല, അവർ ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ പാപികളായിരുന്നില്ല. എന്നിട്ട് യേശു തമ്പുരാൻ മറ്റൊരു ഉദാഹരണം, ആ ഇടയ്ക്ക് അവിടെ നടന്ന മറ്റൊരു കാര്യം കൂടി അവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അതായത് ശീലോഹായിലെ മതിലിടിഞ്ഞപ്പോൾ 18 പേർ മരിച്ചിരുന്നു. ആ സംഭവം എടുത്ത് അവരുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് യേശു തമ്പുരാൻ ചോദിക്കുകയാണ്, ഇവർ ബാക്കിയുള്ള എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പ്രിയമുള്ളവരെ, എന്നിട്ട് യേശു തമ്പുരാൻ പഠിപ്പിക്കുകയാണ്, ഒരു വലിയ പഠിപ്പിക്കുകയാണ്. ഇതവരുടെ പാപനിമിത്തമല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് മനസ്തപിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അനുതപിക്കുന്നില്ലെങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ സ്ഥിതി ഇതിനേക്കാൾ മോശമായിരിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഇതാണ് ഈ വചനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും. കാരണം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ എങ്ങനെയാണ് മരിക്കുന്നത് എന്നുള്ളതല്ല. നീ ഒരുപക്ഷെ വേദന വന്നായിരിക്കാം മരണമടയുന്നത്, ഒരുപക്ഷെ അസുഖങ്ങളിലൂടെ കടന്നുപോയായിരിക്കാം നീ മരണമടയുന്നത്, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നതിൻ്റെ പേരിൽ നീ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടുകയായിരിക്കാം, എന്തു തന്നെ സംഭവിക്കാം. പക്ഷേ നീ എങ്ങനെ മരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് നീ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നതിനാണ് പ്രാധാന്യം. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നീ ഭൂമിയിൽ ജീവിക്കുന്നുവോ എന്നതിനാണ് പ്രാധാന്യമെന്ന് യേശു തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ ലോകത്തിൽ നിനക്ക് നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ തമ്പുരാനെ സ്വാഗതം ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? അത് സാധിക്കണമെങ്കിൽ അതിനുള്ള വഴി എന്ന് പറയുന്നത് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. ഫലം നൽകാത്ത അത്തിവൃക്ഷത്തിൻ്റെ ഉപമയിലൂടെ യേശു തമ്പുരാൻ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കുക, അല്ലെങ്കിൽ തീർച്ചയായും നീ നാശത്തിന് ഇരയാവും. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചോദിക്കേണ്ട കാര്യം ഇതാണ്, നിന്റെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അതിന് സാധിക്കണമെങ്കിൽ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കണം, അവൻ പറയുന്നത് കേൾക്കുവാൻ സാധിക്കണം, അവൻ്റെ പാതയിലൂടെ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വേദനയിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളുണ്ടാവാം, നമ്മൾ ദുഃഖത്തിലൂടെ കടന്നു പോകേണ്ട അവസരങ്ങളുണ്ടാകാം, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്ന അവസരങ്ങളുണ്ടാവാം. പലപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ടാവാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇത്രമാത്രം കഠിനമായ ഏത് പാവാവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത്? പ്രിയമുള്ളവരെ, ഇവിടെയാണ് യേശു തമ്പുരാൻ നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നിൻ്റെ ജീവിതത്തിലെ വേദനകളോ കഷ്ടതകളോ നിൻ്റെ പാപവുമായി ബന്ധിപ്പിക്കുവാൻ പാടില്ല. മറിച്ച് നീ നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നിൻ്റെ ജീവിതത്തിൽ എപ്രകാരം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നിനക്ക് സാധിക്കുന്നു എന്നതിനാണ് നീ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് എപ്രകാരമാണ് ഈ ഭൂമിയിൽ നീ ജീവിക്കുന്നത് എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുക. തീർച്ചയായും അതിന് സാധിച്ചില്ലെങ്കിൽ മോശകരമായ ഒരവസ്ഥ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവും ഇല്ല എന്നും യേശു തമ്പുരാൻ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും വിലയിരുത്തിക്കൊണ്ട് യേശു തമ്പുരാനാകുന്ന വഴിയിലൂടെ കടന്നു പോകുവാൻ, യേശു തമ്പുരാനാകുന്ന പ്രകാശത്തിൽ നോക്കി മുൻപോട്ട് പോകുവാൻ, യേശു തമ്പുരാനാകുന്ന സത്യം ഉച്ചരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് സർവേശ്വരൻ്റെ സഹായം നമുക്ക് ഉയർത്തിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.